ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പുഡിംഗ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിംഗ് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അറേബ്യൻ ബ്രെഡ് പുഡിംഗ്. വെൽക്കം ടു ദ വീഡിയോ. 8 പീസ് ബ്രെഡ് സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡിന്റെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പുഡിംഗ് ട്രേയുടെ അളവിനനുസരിച്ചാണ്. ഒരു ബൗളിൽ 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 100 ഗ്രാം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും വാനില എസൻസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കാം. ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ പാലൊഴിച്ച് ചൂടാക്കിയെടുക്കാം. പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പാലൊന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തവർ ഷുഗറിന്റെ അളവ് കൂട്ടിയാൽ മതിയാകും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് ഒന്ന് കുറുകി കിട്ടണം. അതുവരേക്കും നമുക്ക് ഇളക്കി കൊടുക്കാം. മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അടുത്തതായി പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. പുഡിംഗ് ട്രേ തന്നെ വേണമെന്നില്ല, സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഓരോന്നായി പുഡിംഗ് ട്രേയിലേക്ക് നിരത്തി കൊടുക്കാം. ഗ്യാപ്പൊന്നും ഇല്ലാതെ പുഡിംഗ് ട്രേയുടെ ഷേപ്പ് അനുസരിച്ച് ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കുക. ഞാനിവിടെ 1 ലെയർ ബ്രെഡ് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചൂടോടുകൂടി തന്നെ ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ബ്രെഡിന്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നിരത്തി ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്ത ലെയർ ബ്രെഡ് വെച്ചു കൊടുക്കാം. രണ്ടാമത്തെ ലെയറിന്റെ മുകളിലേക്കായി മിക്സ് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് പൂർണ്ണമായിട്ട് കുതിരുന്ന രീതിയിൽ മിക്സ് ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് നിരത്തി സെറ്റാക്കി എടുക്കാം. ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും വാനില എസൻസും ചേർത്ത മിക്സ് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് പൂർണ്ണമായിട്ട് ഇതുപോലെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. പുഡിങ്ങിന് മുകളിലായിട്ട് മിക്സ് ഇതുപോലെ മുഴുവനായിട്ട് നിരന്ന് നിൽക്കുന്ന രീതിയിൽ ഒഴിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. പുഡിംഗ് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇതിന് മുകളിലേക്ക് നിരത്തി വെച്ചു കൊടുക്കാം. കുറച്ച് ബദാമും കുറച്ച് പിസ്തയുമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പുഡിംഗ് ഗാർണിഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ ബ്രെഡ് പുഡിംഗ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.